ചക്കയുടെയും മാങ്ങയുടെയും സീസൺ ആകുമ്പോൾ ഒരുപാട് ചക്കയും മാങ്ങയും നമുക്ക് കിട്ടുമല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് മാങ്ങ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിങ്ങനെ പൂത്ത് നിൽക്കണത് നല്ല ഭംഗിയാണല്ലേ. ചക്കയും മാങ്ങയൊക്കെ ഇങ്ങനെ മരത്തിൽ നിൽക്കണ കാണുമ്പോൾ തന്നെ അത് പറിക്കാനേ തോന്നില്ല. അതിങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ കുറേ മാങ്ങയൊക്കെ അവിടെ നിൽക്കണുണ്ട്. അപ്പോൾ ഞാനത് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ മാങ്ങ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ കറി വെച്ച് കഴിഞ്ഞ് ഇവിടെ വെറുതെ വേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചത് അച്ചാർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ കുറേ മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ അച്ചാലും മുച്ചാലും അങ്ങോട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങോട്ട് അരിഞ്ഞെടുത്ത്. ഒരുപാട് കുരുവിനാന്ന് അരിയാൻ എനിക്ക് സമയം കിട്ടിയില്ല. എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ മത്തങ്ങ പോലെ അങ്ങോട്ട് അരിഞ്ഞെടുത്ത്. പണ്ട് വീട്ടിൽ ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നപ്പോൾ മൂവാണ്ട മാങ്ങ കുറേ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ പഴുത്ത് ചീഞ്ഞ് ഇങ്ങനെ പോണേന് മുമ്പാകുമ്പോഴേക്കും അത് വെറുതെ ഉപ്പിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാനൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ കുറേ മാങ്ങ മരത്തിൽ കയറി പറിക്കുമ്പോൾ ചുറ്റുവട്ടത്ത് എല്ലാവർക്കും കൊടുത്തും പിന്നെ ബാക്കി മാങ്ങ ഉണ്ടാകുമ്പോൾ അത് ജ്യൂസ് അടിക്കാനും ഒക്കെ ഭയങ്കര അത് രസമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വിശപ്പൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അങ്ങനെ വിശപ്പ് വന്നപ്പോൾ ഞാൻ അവിടെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. അത് മുക്കി അതിൻ്റെ ഇടയിൽ ചായ കുടിച്ചു. എന്നാലാണ് പിന്നെ നമുക്ക് അടുക്കളയിൽ കയറുമ്പോൾ ഒരു ഉഷാറാവുള്ളൂ. പിന്നെ നമുക്ക് ആകെ വിശപ്പോട് കൂടി അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാനേ ഒരു മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് മറിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് സമയം പോണത്. പണ്ടൊക്കെ ഒരുപാട് മാങ്ങയൊക്കെ കിട്ടി കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഒരു മാങ്ങ പോലും കിട്ടാനില്ല കഴിക്കാനായിട്ട്. മാങ്ങ ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക്. അപ്പോൾ അതൊന്നും ഇപ്പോൾ കഴിക്കാൻ കിട്ടാറും കൂടിയില്ല. നമുക്ക് കടയിൽ പോയി നോക്കിയാൽ മാത്രമാണ് ചിലപ്പോൾ കിട്ടിയാൽ നല്ല മാങ്ങകൾ കിട്ടുള്ളൂ. ചില മാങ്ങകളൊക്കെ പുളി എടുത്തിട്ട് ഒരു ടേസ്റ്റും തോന്നാറില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമ്മളത് എടുത്ത് അച്ചാറൊക്കെ ഉണ്ടാക്കി വെറുതെ കഴിക്കാൻ ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ പിന്നെ നമ്മുടെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അച്ചാർ പറയണം മറന്നുപോയി. അപ്പോൾ പിന്നെ കുറേ കഥകളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അച്ചാറിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ പിന്നെ ചീഞ്ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയില്ല ഞാൻ ഒഴിച്ച് നല്ലെണ്ണയാണ് കേട്ടോ. നല്ലെണ്ണ ഒഴിക്കുമ്പോഴാണ് അച്ചാറിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാൻ പറയാമല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് നല്ല മാങ്ങ അരിഞ്ഞിട്ട് നന്നായി മാങ്ങയൊക്കെ അരിഞ്ഞിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം കൂടി കുറച്ച് വാട്ടിയെടുക്കണം. അപ്പോഴാണ് ആ അച്ചാറിന് ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ സാധാ രീതിയിൽ മാങ്ങ അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും മുളക് പൊടിയും എണ്ണയും ഒക്കെ ഒഴിച്ച് വാട്ടിയെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ ചുമ്മാ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ട് മുളക് പൊടി ഇട്ടാലും നല്ല രീതിയിൽ നമുക്കത് ചോറിന് കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. മാങ്ങ പണ്ടൊക്കെ കഴിക്കുന്നത് ഉപ്പൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. പണ്ടൊക്കെ ഒരുപാട് മാങ്ങ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ കളഞ്ഞും പിന്നെ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും പിന്നെ കുറേ ഉണ്ടാകുമ്പോൾ ജ്യൂസ് അടിച്ചും അത് പഴുപ്പിച്ച് ജ്യൂസൊക്കെ അടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പണ്ടത്തെ കുട്ടിക്കാലങ്ങൾക്ക് നല്ല നല്ല ഓർമ്മകളായിട്ട് ചക്കയും മാങ്ങയൊക്കെ ഒരുപാട് ഉണ്ടാകുമ്പോൾ അത് വറക്കാനും പിന്നെ അച്ചാറിടാനും മറ്റുള്ളവർക്ക് കൊടുത്ത് കഴിക്കുമ്പോഴും അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. അത് നമ്മുടെ വീട്ടിൽ മുറ്റത്ത് മാവുമരം ഓരോരുത്തരും ചോദിച്ച് വരും. മാങ്ങ അത് പറിക്കാൻ സമയത്താകുമ്പോൾ എല്ലാവരും ചോദിച്ചു വരുമ്പോൾ നമ്മളത് കൊടുക്കാനൊക്കെ നല്ലൊരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് മാങ്ങയ്ക്കും ചക്കയ്ക്കും വേണ്ടി കൊതിക്കുന്ന കാലഘട്ടമാണ്. ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചക്കയും മാങ്ങയും നമുക്ക് ഒരുപാട് കിട്ടാനുമില്ല. കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടാനുമില്ല നമുക്ക്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായക്കുള്ള കടി വന്നു. പിന്നെ സമോസയും പപ്സും പരിപ്പടിയൊക്കെ ഉണ്ടായിരുന്നു. പരിപ്പട പിന്നെ ഇല്ലാത്തൊരു ചായക്കടി ഉണ്ടാവില്ലല്ലോ. ചായക്കടിയൊക്കെയുള്ള പലഹാരങ്ങളൊക്കെ കിട്ടിയാൽ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ രാത്രി ആയപ്പോൾ കുറച്ച് ചക്കപ്പഴം ഉണ്ടായിരുന്നു. ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചക്കപ്പഴം ഇരിക്കണ്ടായിരുന്നു. അത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ചീത്തയായി കളയേണ്ടത് പിന്നെ നേരെ പോയിട്ട് ചക്കപ്പഴം എടുത്ത് കഴിച്ച്. അപ്പോൾ ഇന്നത്തെ